സഹോദരങ്ങളെ, കണ്ടു നിൽക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സിലെ നോവായി മാറിയിരിക്കുകയാണ് വയനാട് എന്ന് പറയുന്ന ആ ഒരു ജില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടിയതിനെ തുടർന്നുണ്ടായ ഓരോ സംഭവവികാസങ്ങളും നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കണ്ടതിനേക്കാൾ എത്രയോ വലിയ പ്രയാസങ്ങളാണ്, ഭീകരതകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് അവിടെ നിന്നും രക്ഷപ്പെട്ടവരുടെയും രക്ഷാദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും സംസാരങ്ങളിൽ നിന്നും നമുക്കത് ബോധ്യമാണ്. ഏതായിരുന്നാലും ഈ ഒരു പ്രതിസന്ധിയിലൂടെ മരണപ്പെട്ട വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവശേഷിച്ച ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് ഈ വിധി താങ്ങുവാനുള്ള ഒരു മനക്കരുത്ത് റഹ്മാനായ റബ്ബ് നൽകുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവർക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് അവരെ മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുക അത് കേവലം ഒരു പ്രകൃതിയുടെ വികൃതിയാണ് എന്നും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ് ഇത്തരത്തിലുള്ള സംഗതികൾ എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവരും പാഠം ഉൾക്കൊള്ളുന്നവരും കുറവാണ്. പക്ഷെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബാണ് ഇതിന്റെ പിന്നിലെ ഓരോ അനക്കങ്ങളുടെയും പിന്നിലെന്ന് കൃത്യമായി ബോധ്യമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആളുകൾ വായിക്കുന്ന വായനകൾക്കപ്പുറത്ത് റഹ്മാനായ റബ്ബ് ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രമാണങ്ങളിൽ നിന്നും ഇതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ചെറുതും വലുതുമായി ഒട്ടനേകം പാഠങ്ങൾ ഈ ഒരു പ്രകൃതി ദുരന്തത്തെ ശരിക്ക് വീക്ഷിക്കുമ്പോൾ അതിന്റെ ഓരോ ഏരിയകളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റി എഴുതാൻ മാത്രം ഗംഭീരമായ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, മനുഷ്യർ എത്രത്തോളം നിസ്സാരന്മാരാണ് എന്ന ബോധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. നിമിഷ നേരങ്ങളെ കൊണ്ടാണ് ഒരു ആയുസ് മുഴുവനും ഉപയോഗപ്പെടുത്തി നേടി എന്ന് അവൻ അവകാശപ്പെടുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തത്. എത്ര പെട്ടെന്നാണ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ചെറുവിരൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്കെതിരെ ഒന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടുമ്പോഴേക്കും നമുക്കൊക്കെ പലപ്പോഴും പിടിപെടുന്ന ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് ഒഴിവാക്കണമെന്ന വലിയൊരു പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് നൽകുകയാണ്. നമ്മൾക്ക് കിട്ടിയതൊക്കെ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അത് അല്ലാഹു നമുക്ക് നൽകിയതാണ്. അത് ഏത് സമയവും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മിൽ നിന്നും ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ അവൻ തിരിച്ചെടുത്തിരിക്കും എന്ന വലിയൊരു പാഠം നമുക്കിതിൽ നൽകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയതിന്റെ പേരിൽ ഒരു 4 ക്യാഷ് കയ്യിൽ വരുമ്പോഴേക്കും നമ്മൾ വന്ന വഴി മറക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോൾ ഒരു പുച്ഛമനോഭാവം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, വിനയമെന്നത് നമ്മൾ മറക്കുന്നുണ്ടെങ്കിൽ, അഹങ്കാരത്തിന്റെ പര്യായമായി കൊണ്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറപ്പിക്കണം. വയനാടിന്റെ ഒന്നാമത്തെ പാഠം എന്നുള്ളത് സുഹൃത്തുക്കളെ പറയാൻ ആഗ്രഹിക്കുകയാണ്. റബ്ബ് പറയാണ്, ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തിൽ, സൂറത്തുൽ ഫാത്തിറിലെ 15ാമത്തെ ആയത്തിൽ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് പരമദരിദ്രന്മാരാണ് നിങ്ങൾ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ആവശ്യക്കാരാണ്. അല്ലേ? അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. നോക്കൂ, നിങ്ങൾ ചന്ദ്രനിൽ നടക്കുന്നത് പോലും ഇവിടെ ഇരുന്ന് ട്യൂൺ ചെയ്യുന്ന മനുഷ്യർ ആ കിട്ടിയ അറിവിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുടെ മുൻപിൽ കേവലം 10 അടി താഴ്ചയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ലോറിയെ കണ്ടുപിടിക്കാൻ 10ഉം 11ഉം 15ഉം ദിവസങ്ങൾ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു നാടും നഗരവും ഒന്നണങ്ങി പരിശ്രമിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മനുഷ്യനെന്ന മനുഷ്യൻ എന്നുള്ളത് തീർത്തും നിസ്സാരനാണ് എന്ന ബോധ്യപ്പെടുത്തൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോധ്യം സുഹൃത്തുക്കളെ നമ്മളെ വിനയമുള്ളവരാക്കും. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും താഴത്തേക്ക് നമ്മളെ ഇറക്കുകയാണ്. ബോധ്യപ്പെട്ടാൽ നമുക്ക് നന്ദി. രണ്ടാമത്തെ പാഠം എന്താണെന്നറിയോ സഹോദരങ്ങളെ, നന്ദി കാണിക്കാൻ നമ്മൾ മറക്കരുത് എന്നതാണ്.
ഇതൊക്കെ കാണുമ്പോഴാണ് റഹ്മാനായ റബ്ബി എനിക്കും നിങ്ങൾക്കും നൽകിയ അനുഗ്രഹം നമുക്ക് ബോധ്യമാകുന്നത്. നമ്മൾ എന്തൊരു സുരക്ഷിതരാ സുഹൃത്തുക്കളെ, നമ്മൾ എത്ര അനുഗ്രഹത്തിന്റെ പറുദീസയിലാണ് ഓരോ സെക്കൻഡിലും ഉള്ളത്. നമുക്ക് എന്താ നഷ്ടപ്പെട്ടത്? നമ്മൾ നേടിയതൊക്കെ അൽഹംദുലില്ലാഹ് ഒരല്പം കുറവുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലില്ലേ? സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീടിന് കുഴപ്പമില്ല, നമ്മുടെ മക്കൾക്കൊരു കുഴപ്പമില്ല. ജുമ കഴിഞ്ഞാൽ നമ്മൾ പോകും നമ്മുടെ മക്കളുടെ അടുക്കലേക്കാണ്, കുടുംബത്തിനടുക്കലേക്കാണ്. അത് നഷ്ടപ്പെട്ട ആളുകളാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മറക്കാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മനസ്സറിഞ്ഞ് ഹംദ് പറയാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെയൊക്കെ മൈൻഡിലുള്ളത് എന്താണെന്നറിയോ? നമ്മളൊക്കെ സാലറി കുറച്ച് കുറഞ്ഞപ്പോ, കച്ചവടം ശരിക്കൊന്നും ക്ലിക്കാകാതിരുന്നപ്പോ നമുക്ക് നഷ്ടങ്ങളുടെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ അത് നഷ്ടങ്ങളെയല്ല, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നവും അതൊരു പ്രശ്നമേയല്ല, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെയുള്ള ഓരോ രംഗങ്ങളും. അതുകൊണ്ട് ഇല്ലായ്മകളും വെല്ലായ്മകളും പറഞ്ഞ് പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാതെ പോകുന്ന പോക്ക് അത് നിർത്തണമെന്ന ഉന്നതമായ പാഠം നമുക്ക് നൽകുകയാണ്. സഹോദര, പരീക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. മൻ റആ മുബ്തലൻ, പരീക്ഷിക്കപ്പെട്ടവനെ കാണുന്നത് ആരാണോ, ഫഖാല, അവൻ ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹുവേ, ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നാലിന്ന സുഹൃത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും എനിക്ക് സൗഖ്യം നൽകിയ നാഥ, നിനക്കാകുന്നു സർവസ്തുതിയുമെന്നാണ്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, നമ്മൾ ഓരോ വീഡിയോകൾ കണ്ടില്ലേ സഹോദര, അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അതിലൊരു കഥാപാത്രമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, ക്യാമറ കണ്ണിന്റെ മുമ്പിൽ വന്നു നിന്ന് ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിതുമ്പിക്കരയുന്ന ഒരു കഥാപാത്രമായി നമ്മൾ മാറാതിരിക്കാൻ, അത്തരം പ്രശ്നങ്ങൾ പരീക്ഷിക്കപ്പെട്ട ആളുകളെ കാണുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനെ നന്ദി പറയുന്ന ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയാ, ലം യുസ്ബുഹു ദാലികൽ ബലാ, ഏത് പ്രയാസത്തെ കണ്ടപ്പോഴാണോ ആ മനുഷ്യൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, ആ പ്രയാസം ഇവനെ ബാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്നുള്ളതാണ് രണ്ടാമതായി കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. മൂന്നാമത്തെ ഒരു പാഠം എന്താണെന്നറിയോ സഹോദര, അന്ത്യനാൾ അധികം വിദൂരത്തല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ത്യനാളിന് വല്ലാതൊന്നും കാത്തിക്കാനില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ ഏകദേശം പുലർന്നു കഴിയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ലാ തഖൂബു സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ യുഖ്ബലൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടുന്നത് വരെ. വതക്സുറ സലാസിലു, ഭൂകമ്പങ്ങൾ അധികരിക്കുന്നത് വരെ എന്നാണ്. ഭൂകമ്പങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമയം ചുരുങ്ങുന്നത് വരെ, കുഴപ്പങ്ങൾ പ്രകടമാകുന്നത് വരെ, അതേപോലെ തന്നെ അഥവാ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് വരെ. ഈ പറഞ്ഞതിലെ ഏതാ സഹോദര നമ്മൾ കേൾക്കാത്തത്? അതുകൊണ്ട് ഇനി അധികം ദൂരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാലോചിച്ച് നോക്കണം, ഖിയാമത്ത് നാളിന്റെ ഭീകരത എത്രയായിരിക്കുമെന്ന്. ഒരു ചെറിയ ഒരേക്കറോ 2 ഏക്കറോ ചെറിയൊരു വില്ലേജ്, ഒരു ഗ്രാമം ഒന്നും സടകുടഞ്ഞ്, പിന്നെ പ്രകൃതി ഒന്നും കൊണ്ട് സടകുടഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും നമുക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. സഹോദര, അന്ത്യനാളിൽ സംഭവിക്കുന്നത് ലോകം മുഴുവനും നിന്ന് കുലുങ്ങുന്ന രംഗമാണ് അല്ലേ? മാസം തികയാത്ത ഗർഭിണി പോലും പ്രസവിച്ചു പോകുമാറുള്ള ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? ഏത് സമയവും സുഹൃത്തേ, മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. ആലോചിച്ചു നോക്കൂ, അവിടെ രക്ഷപ്പെട്ട ആളുകൾ പറയാ, ഞങ്ങൾ 1 മണിക്കിന് കടക്കുമ്പോ കടക്കാണ്, അറിയുമോ ഇതെന്റെ അവസാനത്തെ കടത്തമാണെന്ന് അറിഞ്ഞോ? ഇല്ല. ഞാനിപ്പോ നേരത്തെ കഴിച്ച ഭക്ഷണം എന്റെ അവസാനത്തെ അത്താഴമാണെന്ന് അറിഞ്ഞോ? എന്റെ ഉപ്പയെ ഞാൻ കാണില്ല എന്ന സത്യം അവരറിഞ്ഞോ? എന്റെ കുഞ്ഞു മോനെ ഞാൻ ചുംബിച്ചത് എന്റെ അവസാനത്തെ ചുംബനമാണെന്ന് അറിഞ്ഞോ? ഒരിക്കലുമില്ല. മരണത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന യാഥാർത്ഥ്യം അറിയാതെ അവരങ്ങനെ കടക്കുകയാണ്. ആ കടത്തത്തിൽ ആ സഹോദര പോയത്.
ആ കടത്തത്തിലാണ് നമ്മൾ പോയത്. റഹ്മാനായ റബ്ബ് പറയാ, ഇതുപോലെ ഏത് സമയവും എന്തും വരാം. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. ഒരു വെളിപ്പാടകലെ ഏത് സമയവും മരണം നമ്മളെ റാഞ്ചി കൊണ്ടുപോകുമ്പോൾ, അതൊരു ഭൂകമ്പമായേക്കാം, അതൊരു പ്രളയമായേക്കാം, അത് വേറെ അറ്റാക്ക് ആയിരിക്കാം. ഏതൊക്കെ കാരണങ്ങൾ മുഖേന നമ്മൾ നിനക്കാതെ, ഓർക്കാതെ, പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നാലും ആലോചിക്കണമെന്നാണ്, കൊണ്ടുപോകാനുള്ളത് എന്താണ്, മരണത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്താണ്, ഫർളുകളുടെ കാര്യം എന്താണ്, സുന്നത്തുകളുടെ കണിശത എത്രത്തോളമാണ്, സാമ്പത്തിക ബാധ്യതകൾ ഇപ്പോഴും ബാക്കിയുണ്ടോ, ഇനി ആരുടെങ്കിലൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുവാൻ ബാക്കിയുണ്ടോ? സുഹൃത്തുക്കളെ, ആ ജഡങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ, അവിടെ നിന്നും നമ്മളിങ്ങനെ അതിനു വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ, അതിൽ എത്ര പേർ ഇതിനു വേണ്ടിയൊക്കെ തയ്യാറായിട്ടുണ്ടാവും അല്ലെ? ഇപ്പോഴും പിണക്കങ്ങൾ ബാക്കി വെച്ചിരിക്കുന്നവരൊരു പക്ഷെ ഉണ്ടാവൂലേ അല്ലെ? പൊരുത്തപ്പെടിപ്പിക്കുവാൻ മറന്നുപോയവരുണ്ടാവില്ലേ? കേവലം വാശിയോടുകൂടെ, കേവലം പിണക്കത്തോടുകൂടെ നടന്നവരുണ്ടാവില്ലേ? സുഹൃത്തുക്കളെ, ഒന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കുവാനുള്ള അവസരം പോലും പടച്ച റബ്ബ് നൽകാതെ ഒരു പക്ഷെ തിരിച്ചു വിളിച്ചേക്കാം. ആ ദുരന്തം നമ്മൾ അനുഭവിക്കുക നാളെ പരലോകത്ത് എത്തുമ്പോഴായിരിക്കും. അതുകൊണ്ട് എന്താണെന്നറിയോ, ഏത് സമയത്തും ഞാൻ തിരിച്ചു പോകേണ്ടി വരും. ബാധ്യതകൾ അത് ഒഴിവാക്കാതിരിക്കുക, നിറവേറ്റുക, എല്ലാവരോടും നല്ല നിലക്ക് നമ്മൾ ജീവിക്കുക. ഒരു ദിവസം നമ്മൾ കടന്നുറങ്ങുമ്പോൾ ഞാൻ മരിക്കാൻ കിടക്കുകയാണെന്ന ബോധ്യത്തോടു കൂടെ സഹോദര, എല്ലാവരോടുമുള്ള ഹക്കടപാടുകൾ നമ്മൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ അത് നിറവേറ്റണം എന്നുള്ളതാണ് എനിക്ക് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുവാനുള്ളത്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ, ഈ പ്രാർത്ഥനകളുടെ ഒരു ആവശ്യകത സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു അർത്ഥം, അതിന്റെ ഒരു ആശയം, അതിന്റെ ഒരു അന്തസത്ത, അതിന്റെ ഒരു ആവശ്യകത നമുക്കിന് ബോധ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാർമേഘം കാണുമ്പോഴേക്കും പ്രാർത്ഥന ആരംഭിച്ചിരുന്നു എന്നാണ്. കാർമേഘം കാണുമ്പോഴേക്കും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വരാണ്, ഇദാ അസഫത്തി റീഹു, കാറ്റൊരൽപ്പം ശക്തമായി അടിക്കുമ്പോഴേക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാന്തയിലേക്ക് ഇറങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. പ്രവാചകന്റെ മുഖം വിവർണമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, ഈ കാറ്റിന്റെ എല്ലാവിധ ഖൈറുകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ കാറ്റ് അയക്കപ്പെട്ടതിന്റെ ഖൈറുകൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ. പക്ഷേ ഈ കാറ്റിൽ ഒരു ശർറുണ്ട്. ആ ശർറ് എന്താണോ അതിൽ നിന്ന്, ഞാൻ അതിന്റെ കെടുതിയിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു എന്നാണ്. വശർരിമാ ഉർസിലത് ബിഹി. ഇത് അയക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തിൽ നിന്നും അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രവാചകൻ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. അല്ലാഹുവേ, ഉപകാരദായകമായ പടയാക്കണം പടച്ചോനെ. അല്ലാഹുവേ, ഏറ്റവും ശാന്തമായ, സ്വസ്ഥമായ, ഉപകാരദായകമായ മഴയെ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണമേ. മഴ വർഷിച്ചു കഴിഞ്ഞാലും അള്ളാന്റെ റസൂൽ നന്ദിയൊന്നോണം പറയും, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയണം. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര കണ്ട് ചൊല്ലിയിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനകളുടെ അഭാവമാണോ റഹ്മാനായ റബ്ബ് ഇത്തരം അവസ്ഥകളൊക്കെ നമുക്ക് നൽകിയതിന്റെ കാരണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആപത്തുകളെ തടയുവാനുള്ള സ്പെഷ്യലായ പ്രാർത്ഥനകൾ വീണ്ടും നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. പടച്ചോനെ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, എന്റെ മക്കളെന്ന, കുടുംബമെന്ന, വീടെന്ന, സമ്പത്തെന്ന, വാഹനമെന്ന, അറിവെന്ന എല്ലാ അനുഗ്രഹങ്ങളും പടച്ചോനെ അത് പൊടുന്നനെ നീങ്ങി പോകുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്നൊരു ശിക്ഷ, പൊടുന്നനെ ഉണ്ടാകുന്നൊരു ശിക്ഷ, ഒന്ന് തിരിച്ച് ചിന്തിക്കാൻ പോകലും വക നൽകാതെ, അവസരം നൽകാതെ, തൗബയെ കുറിച്ചൊന്ന് ആലോചിക്കാൻ അവസരം നൽകാതെ പൊടുന്നനെ എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു പിടികൂടലുണ്ടല്ലോ, അത് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കും. നീ നൽകുന്ന ഈ സൗഖ്യമായ ജീവിതം അത് മാറിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, തഅവ്വദു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ശരണം ചോദിക്കണം. മിൻ ജഹ്ദിൽ ബലാ, നിങ്ങളെ തകർത്ത് കളയുന്ന പരീക്ഷണത്തിൽ നിന്നും. ഏത് പരീക്ഷണമാണ് നമ്മളെ തകർത്ത് കളയുന്നത് നമ്മൾ പേടിക്കുന്നത്?
നമ്മളെ തകർത്ത് കളയുന്ന ഒട്ടനേകം പരീക്ഷണങ്ങൾ വരാനുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ കാബലിന് ചോദിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വദർഖി ശഖാ, നിങ്ങൾ ആ ഒരു ദൗർഭാഗ്യം കണ്ടെത്തുന്നതിൽ നിന്നും, വസൂഇൽ ഖലാ വശമാതത്തിൽ അദാ, മോശമായ വിധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിൽ നിന്നൊക്കെ നിങ്ങൾ കാബലിന് ചോദിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ എടുത്തെടുത്ത് പറഞ്ഞ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മ, അല്ലാഹുവേ കെട്ടിടം തകർന്ന് മരണപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. വഅഊദു ബിക മിനത് തറദ്ദി, ഉയർച്ചയിൽ നിന്നും താഴോട്ട് വീണുകൊണ്ട് മരണപ്പെടുന്നതിൽ നിന്നും. വഅഊദു ബിക മിനൽ ഗറഖി വൽ ഹരീഖ്, അല്ലാഹുവേ വെള്ളപ്പൊക്കം വന്ന് അതേപോലെ തന്നെ തീപിടുത്തം ഉണ്ടാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. വഅഊദു ബിക അയ്യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്, മരണവേളയിൽ പിശാചെന്നെ റാഞ്ചിയെടുക്കുന്നതിൽ നിന്നും. വഅഊദു ബിക അൻ നമൂത ഫീ സബീലിക മുദ്ബിറ, അല്ലാഹുവേ യുദ്ധമുഖത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. വഅഊദു ബിക അൻ അമൂത ലദിആ, വിഷബാധയേറ്റ് മരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു. അള്ളാന്റെ റസൂലേ ആവർത്തിച്ച് പറഞ്ഞ പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ. കെട്ടിടം തകർന്ന് വീട് നിന്ന് മരിക്കുന്നതിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് മരിക്കുന്നതിൽ നിന്നും, അഗ്നിബാധയെ തുടർന്ന് മരിക്കുന്നതിൽ നിന്നും, വിഷബാധയേറ്റ് മരിക്കുന്നതിൽ നിന്നും, ഇനി വീട്ടിന്റെ ഉള്ളിൽ കിടന്ന് സാധാ മരണം കൈവരിക്കുകയാണെങ്കിൽ പോലും നമ്മളെ ഹിദായത്ത് തെറ്റിച്ച് നരകാവകാശിയാക്കുവാനുള്ള പിശാചെടുക്കുന്ന അവസാനത്തെ 18ാമത്തെ അടവിൽ നിന്നും പടച്ചോനെ രക്ഷപ്പെട്ടവനായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥന ആയുധമാണ് വിശ്വാസിയുടേതെന്ന് പറയുന്നത് വെറുതെയല്ല. നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര കണ്ട അർത്ഥങ്ങൾ മനസ്സിലാക്കി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന ചില മറുപടികളുണ്ട്. ഒന്നാമത്തെ മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകൃതിയിൽ ഉണ്ടാകുന്ന അനധികൃതമായ പ്രകൃതിയെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് പ്രകൃതി അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കും. അതിനും അപ്പുറത്ത് അള്ളാഹു നൽകുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്ന് തിന്മകളുടെ ഫലമായി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, നമ്മളെക്കാൾ വലിയ ശക്തന്മാരായ പല സമൂഹങ്ങളെയും നാമാവിശേഷമാക്കിയ സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ പ്രകൃതി ദുരന്തങ്ങളിലൂടെ പിടികൂടിയ അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, അവരെ ഞാൻ പിടികൂടിയതിനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളാണെന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, ചരൽ വർഷമേറ്റ് ചരൽ കാറ്റ് പറഞ്ഞയച്ച് ആദ്യ സമൂഹത്തെ പടച്ച റബ്ബ് പിടികൂടി. അഥവാ ഘോരമായ ശബ്ദത്തിലൂടെ സമൂദ് ഗോത്രത്തെ പിടികൂടി റഹ്മാനായ റബ്ബ്. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ് പരീക്ഷിച്ച ആളുകൾ കടന്നുപോയി. മുക്കി നശിപ്പിച്ച ആളുകൾ കടന്നുപോയി. ഇതൊക്കെ കാണുമ്പോ ഇന്ന് പല ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എന്ത് ആളാണ് നിങ്ങളുടെ ദൈവമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. അല്ലാഹ് പറയാ, ഇങ്ങനെയൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിനെ പടക്കും, എന്താണ് പടച്ചോൻ എങ്ങനെയെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് ഒരു ദുൽമും ഒരു അക്രമവും അനീതിയും കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെ ദുൽമ കാണിച്ചു എന്നാണ്. അഥവാ അവർ ചെയ്തു വെച്ച പാപങ്ങൾക്കുള്ള ശിക്ഷയെന്നോണമാണ് റഹ്മാനായ റബ്ബ് പിടികൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പോൾ വന്നത് ശിക്ഷ കാരണം എന്നല്ല പറയുന്നത്, മറിച്ച് അതിനൊക്കെ ഒരു കാരണമായിരിക്കാം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഞാൻ വസിക്കുന്ന നാട്ടിൽ അള്ളാഹു ഒരു ശിക്ഷ ഇറക്കരുത് എന്ന് പറഞ്ഞാൽ പാപമുക്തമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാരണം, ഇതൊന്നുമില്ലെങ്കിലും സുഹൃത്തുക്കളെ, പരീക്ഷണം എന്നുള്ളത് നല്ല നിലക്ക് ജീവിച്ചാലും ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെച്ചില്ലേ മുൻപ് തന്നെ, ഇത് ലോകമാണ്, ഇഹലോകമാണ്, ഇവിടെ പരീക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്,
അല്ല പറയാ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം നൽകി പരീക്ഷിക്കും, പട്ടിണി നൽകി പരീക്ഷിക്കും, ധനത്തിലെ കുറവ് മുഖേന നിങ്ങളെ പരീക്ഷിക്കും, അതേപോലെ തന്നെ ശരീരത്തിലെ കുറവുകൾ നൽകി നിങ്ങളെ പരീക്ഷിക്കും. രോഗമായും മറ്റുമൊക്കെയായി ശരീരത്തിൽ റഹ്മാനായ റബ്ബ് പരീക്ഷണം നൽകിയേക്കാം. എന്തിനാത്? ഉടനെ തന്നെ പറഞ്ഞു, ബശ്ശിരി സ്വാബിരീൻ, ശവാലുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. രോഗം ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്നാലും പടച്ച റബ്ബ് ഇന്നോട് ഇത് ചെയ്തല്ലോ, ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് എന്നൊന്നും അത് റബ്ബിന്റെ വിധിക്കെതിരെ പറയാനല്ല. ഉടനെ തന്നെ പടച്ച റബ്ബ് പറഞ്ഞു, പരീക്ഷണമുണ്ടോ നിനക്ക് ക്ഷമിക്കാൻ കഴിയണം. വബശ്ശിരിസ് സാബിരീനല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണം അഭിമുഖീകരിക്കുമ്പോൾ പറയേണ്ട വാക്കാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ റബ്ബിനുള്ളവരാണ്, ഞങ്ങൾ റബ്ബിന്റെ ആളുകളാണ്. പടച്ച റബ്ബ് തന്ന ജീവിതമാണിത്. പടച്ച റബ്ബാണ് ഇതിന്റെ പരമാധികാരി. അവൻ ചോദിക്കുന്ന സമയത്ത് എടുത്തു കൊടുക്കുകയല്ലാതെ, അവന്റെ വിധികളെ ക്ഷമിക്കുകയല്ലാതെ മറ്റെന്താ ചെയ്യാൻ? പക്ഷേ ഒരുറപ്പുണ്ട്, ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവരിലേക്ക് തിരിച്ചു പോകാനുള്ളവരാ. ഇത് ക്ഷമിച്ചാൽ ഞങ്ങൾക്ക് കൂലി റഹ്മാനായ റബ്ബ് നൽകിയിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇങ്ങനെ പറയുന്ന ആളുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കേവലം മധുര വ്യായാമത്തിനപ്പുറത്ത് മനസ്സ് തട്ടിയ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനെ കാത്തിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ. അവർക്കാണ് റഹ്മാനായ റബ്ബിന്റെ സ്വലാത്ത്, അവർക്കാണ് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമാകുന്ന സ്വർഗമുള്ളത്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ശരിക്കുള്ള റൂട്ടിലൂടെ പോകുന്ന ആളുകളെന്ന് റഹ്മാനായ റബ്ബ് പറയുമ്പോൾ, സഹോദരങ്ങളെ, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷമിക്കാൻ നമുക്ക് കഴിയണമെന്ന ഏറ്റവും വലിയ പാഠം കൂടെ ഇത്തരം ദുരന്ത മുഖത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ്. റഹ്മാനായ റബ്ബ് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നമ്മളെ റബ്ബിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ ചില ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ റഹ്മാനായ റബ്ബിൽ നിന്നും അകന്നു പോകുന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും ചിന്തകളും ആശയങ്ങളും ഒക്കെ പറയും നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഈ മഴയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ നേരത്തെ വന്നൊരു വാട്സപ്പിന്റെ അവസാനമുണ്ട്, ഈ കെട്ട കാലത്തെയും നമ്മൾ അതിജയിക്കും. ഒരു വാട്സപ്പിൽ വന്നൊരു ടെക്സ്റ്റിന്റെ അവസാനത്തിൽ കണ്ടത്, ഈ കെട്ട കാലത്തെ നമ്മൾ അതിജയിക്കും. അത് ആര് പഠിച്ചിട്ടുണ്ടെന്ന സുഹൃത്തുക്കൾ അങ്ങനെ പറയാൻ പാടില്ല. ഈ നാശം പിടിച്ച കാലമെന്നും കഷ്ടകാലമെന്നും മഴയുടെ കെടുതി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചില്ല, തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്. അല്ല പറയാണ്, ഫഇന്നല്ലാഹു ഹുവദ്ദഹർ, കാരണം കാലം അത് അല്ലാഹു ആണ്. ഫഇന്നഹു യുഖല്ലിബുൽ ലൈല വനഹാറ, അല്ലാഹു ആണ് രാവിലെയും പകലെയും മാറ്റി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഇത്തരം കാലത്തെ അത് കുറച്ചൊരു പ്രയാസം സൃഷ്ടിക്കുമ്പോഴൊന്നും അതിന് പിരാഗി പറയുന്ന വാക്കുകൾ പറയുക എന്നുള്ളത് അത് അള്ളാഹുവിനെ തെറി പറയുന്ന, അത് അള്ളാഹുവിനെ പിരാഗി പറയുന്നതിന് അത്രയും വലിയ ഗൗരവമുള്ള വാക്കാണെന്ന് മനസ്സിലാക്കി നമ്മൾ അത്തരം പ്രയോഗങ്ങൾ പോലും ദയവ് ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ നാവിന്റെ തുമ്പത്ത് ഉണ്ടാകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ. മറ്റു ചില ആളുകൾ ഇപ്പോഴൊക്കെ പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദൈവനിഷേധം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം, ദൈവമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ പറയാണ്, പല ആളുകളും കണ്ടില്ലേ, എന്താ ഇപ്പൊ നിങ്ങളുടെ ദൈവം ഉണ്ടായിട്ട് എന്താ കാര്യം, ഇതിന് തടുക്കാൻ കഴിഞ്ഞോ, നിങ്ങളുടെ ദൈവം കാട്ടിവെച്ചത് കണ്ടില്ലേ എന്നൊക്കെ രൂപത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ കാണുമ്പോൾ സുഹൃത്തുക്കളെ, അതിന്റെ ഒക്കെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ദുനിയാവ് അത് പരീക്ഷണമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒരു പ്രയാസമുണ്ടോ അതിന്റെ പിന്നിൽ ഒരു എളുപ്പമുണ്ട്. അള്ളാഹുവിന്റെ ഓരോ ചെയ്തികളും അത് വ്യർത്ഥമായതല്ല, അതിന്റെ പിന്നിൽ കൃത്യമായ ഹിക്മത്തുകളുണ്ട്. റഹ്മാനായ റബ്ബിന്റെ റൂട്ട് വിട്ടു പോകുമ്പോ ഒരു പിടിച്ചു കുലുക്കൽ പടച്ച റബ്ബ് കുലുക്കുന്നത് അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്.
ഇതിനേക്കാൾ മുന്നോട്ട് പോയാൽ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ പോകും. റബ്ബുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തിരിച്ചു മടങ്ങാൻ, തൗബ ചെയ്യാൻ, റഹ്മാനായ റബ്ബിലേക്ക് ഖേദം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ, ബാക്കിയുള്ള ജീവിതം ഒന്ന് പൊടി തട്ടിയെടുക്കാൻ, കുറച്ച് കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കാൻ സുഹൃത്തുക്കളെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഒരു ഖുത്ബ ഈ ഒരു വിഷയമാകാനുള്ള കാരണം പോലും എന്താ? അങ്ങനത്തെ ഒരു സംഭവം നടന്നതുകൊണ്ടല്ലേ. ഒരു പക്ഷെ നമ്മൾ ആ ഒരു സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനൊക്കെ ആ ഒരു പോസിറ്റീവ് ലെവലിൽ എടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായിരുന്നാലും ഈ ദുരന്ത മുഖത്ത് ഒരു വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഒന്നാമത്തെ ബാധ്യത ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ തന്നെയാണ് സുഹൃത്തുക്കളെ. അത്തരം അവസ്ഥകൾ കാണുമ്പോൾ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ആ സാധുക്കൾക്ക് വേണ്ടിയിട്ട് ചോദിക്കണം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ. അവർക്ക് മരണപ്പെട്ട വിശ്വാസികൾക്കെല്ലാം പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഷഹീദിനുള്ള പദവി പടച്ച റബ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടും അവശേഷിച്ച ആളുകൾക്കുള്ള ആ ദുരന്തത്തെ താങ്ങാനുള്ള മനക്കരുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും നഷ്ടപ്പെട്ടതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു പ്ലാനിങ്ങുകൾ ഏറ്റവും നല്ല രൂപത്തിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരന്റെ അഭാവത്തിൽ അവന് വേണ്ടി നടത്തപ്പെടുന്ന പ്രാർത്ഥന നമുക്കുകൂടെ വേണ്ടിയിട്ടുള്ളതാണെന്ന കാര്യം നമ്മൾ ആരും മറക്കരുത്. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്ന പടച്ചോനെ ഒരു ദുരന്തത്തിൽ നിന്റെ സുഹൃത്തിനെ നീ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലത്തെ ദുരന്തത്തിൽ നിന്ന് പടച്ച റബ്ബ് നിന്നെയും കാക്കട്ടെ എന്ന. സുഹൃത്തേ, നമ്മുടെ പ്രാർത്ഥന അവനിക്ക് മെച്ചമാണ്, അതിനേക്കാൾ ഉപരി നമുക്കത് മെച്ചമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായ ഒരു ഭാഗം ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഒന്ന് സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ? സഹായിക്കണം സുഹൃത്തുക്കളെ, സഹായിക്കണം. അവരെ പുനരധിവസിപ്പിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പറയാണ് എന്റെ എല്ലാം പോയി, ഈ ഇട്ടുടുത്ത വസ്ത്രമല്ലാതെ ഇനി എനിക്കൊന്നുമില്ല എന്നുള്ളത്. അതും ചെളിയും മറ്റൊക്കെ പുരണ്ട് അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഒരു മനുഷ്യന്റെ എല്ലാം പോയെന്ന് പറഞ്ഞാൽ, എല്ലാം തുടക്കം മുതൽ തുടങ്ങണമെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിക്കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ ഒരു തീക്ഷ്ണത? ഒരു ഗ്രാമമില്ല അവിടെ, ഒരു ഗ്രാമം തന്നെ മണ്ണിന്റെ ഭാഗമായി. എത്രത്തോളം നമ്മുടെ സഹായങ്ങൾ അവിടെ എത്തണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കൊടുക്കുന്നതിനപ്പുറത്ത് ആവശ്യമുള്ളത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും കുറെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തുള്ള കാര്യമുണ്ടോ? എല്ലാവരും കുറെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തോണ്ട് കാര്യമുണ്ടോ? അവിടെയുള്ള അവസ്ഥകൾ മനസ്സിലാക്കി അവിടെയുള്ളിടത്തേക്ക് എത്തിക്കേണ്ട സംഗതികൾ എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഒന്ന് രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന നല്ലൊരു വിഹിതം. സുഹൃത്തേ, പടച്ച റബ്ബ് നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കണ്ടിട്ടും ഇത്രയൊക്കെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടും ഇത്രയൊക്കെ നിഅമത്തുകൾ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം നൽകപ്പെട്ട നമ്മൾ നമ്മുടെ വിഹിതത്തിൽ എത്ര കൊടുക്കുമെന്നത് റബ്ബ് നമ്മളെ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷണം അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പടച്ച റബ്ബ് നമ്മളെ കൂടെ നോക്കുന്നുണ്ടെന്ന ബോധ്യത്തിൽ നിന്നും ഇങ്ങനൊന്നും ഒരവസ്ഥ വരുത്താത്തതിന് പടച്ച റബ്ബ് നമുക്ക് നൽകിയ സൗഖ്യത്തിന് ഒരു നന്ദി എന്നോണം സഹോദര നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമ്മളുടെ കഴിവിന്റെ പരമാവധി കൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ഒരു സുഹൃത്തിന്റെ ആവശ്യത്തിന് നമ്മളിടത്തോളം കാലം നമുക്കൊരാവശ്യം വരുമ്പോ പടച്ച റബ്ബുണ്ട്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. സമാനമായ ആശയം തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ നമ്മൾ സഹായിക്കണം. സഹായിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു മീഡിയ കണ്ടും നമ്മൾ എന്താക്കരുത്, പ്രതീക്ഷിക്കരുത്. നാളത്തെ ചാനലുകളിൽ നമ്മൾ ചെയ്തു വെച്ച ഒരു സേവനം വലിയ വായിൽ ആ ലക്ഷങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കില് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാകാൻ വേണ്ടിയല്ല, അതിനുവേണ്ടി ചില പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ആരും ചെയ്യുന്നത്. നമുക്ക് റബ്ബ് തന്ന നിഅമത്തിനുള്ള ശുക്ർ, ഒരു മതപരമായ ബാധ്യത. നാളെ നമുക്ക് വേണ്ടി ആളുകൾ ഇത്തരത്തിലുള്ള കൈകൾ നീട്ടേണ്ട ഒരു ധനസമാഹരണം നടത്തുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്
സുഹൃത്തെ, നമുക്കിപ്പോൾ കൈകോർക്കാം. റഹ്മാനായ റബ്ബ് വിശാലമായ മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, പറഞ്ഞു വെച്ച പാഠങ്ങൾ നമ്മൾ ആരും മറക്കാതിരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ജീവിതത്തെ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കുക, തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തുക, മരണത്തിന് വേണ്ടി ഒരുങ്ങുക, ബാധ്യതകൾ നമ്മൾ തീർക്കുക, സാമ്പത്തിക ശാരീരിക ബാധ്യതകളൊക്കെ നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും മുക്തമായി അള്ളാഹു ഏത് സമയത്ത് തിരിച്ചു വിളിച്ചാലും സമാധാനത്തോടുകൂടെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ തയ്യാറായിരിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും മുന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ, വിശിഷ്യ വയനാടിന്റെ മണ്ണിൽ നിന്റെ ചാരത്തെ കണഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസികളായ സുഹൃത്തുക്കൾ, സഹോദരികൾ, മക്കൾ, പെങ്ങന്മാർ, ആങ്ങളമാർ, അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ജീവിതം റഹ്മാനായ റബ്ബേ റാഹത്തിലാക്കി കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ഒരു വിധിയിൽ ക്ഷമിക്കുവാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം എങ്ങനെയാണ് ഇഹലോകത്ത് തിരിച്ചു പിടിക്കാൻ കഴിയുക, അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖ് റബ്ബേ അവർക്ക് കൊടുക്കണേ റബ്ബേ. ഈ ദുരന്ത മുഖത്ത് നിന്ന് ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നീ കണക്കാക്കിയത് എന്തൊക്കെയാണോ അതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ, തിരുത്തിയും പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു വിശാലമായ മനസ്സ് റഹ്മാനായ റബ്ബേ സാധുക്കളായി ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും അല്ലാഹുവേ സദാ നിന്നോട് പ്രാർത്ഥിക്കുന്ന മഹാഭാഗ്യം ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇതേപോലത്തെ പ്രയാസങ്ങൾ നോക്കാൻ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും ഒക്കെ നീ സംരക്ഷിച്ച് നിർത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.